നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. 260ഓളം സാക്ഷികളുള്ള കേസിന്റെ വിചാരണ നടപടികൾ ഉടൻ പൂർത്തിയാക്കാൻ സാധ്യതയില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 87 ദിവസത്തോളം വിസ്തരിക്കാൻ ദിലീപിന്റെ അഭിഭാഷകരെ അനുവദിച്ചതിൽ സുപ്രീം കോടതി ആശ്ചര്യം രേഖപ്പെടുത്തി. വിചാരണ നീണ്ടുപോകുന്നത് തടയാൻ വിചാരണ കോടതി ഇടപെടാത്തത് നിർഭാഗ്യകരമാണെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ശക്തമായി എതിർത്തു. പൾസർ സുനി ജാമ്യത്തിലിറങ്ങിയാൽ വിചാരണ അട്ടിമറിക്കാനും മുങ്ങാനും സാധ്യതയുണ്ട് എന്നായിരുന്നു സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഉന്നയിച്ച പ്രധാന വാദം. എന്നാൽ ഈ വാദം മുഖവിലയ്ക്കടയ്ക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുമെന്ന് ഉറപ്പായതോടെ ഇനി വിചാരണ കോടതിയിൽ നിന്ന് കർശന ജാമ്യ വ്യവസ്ഥകൾ പുറപ്പെടുവിക്കാനാകും സർക്കാരിൻ്റെ ശ്രമം. കടുത്ത ജാമ്യ വ്യവസ്ഥകൾക്ക് സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിലെ ഇനിയുള്ള വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ സമയക്രമം നിർദ്ദേശിക്കണമെന്ന സർക്കാരിൻ്റെ ആവശ്യവും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.